വീടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്യാസ് സിലിണ്ടർ. വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാത്തവർ ചുരുക്കം തന്നെയായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ മൂലം നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം തുടങ്ങിയ പെട്രോളിയം കമ്പനികൾക്ക് ഈ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ മൂലമുണ്ടാകുന്ന അപകടം, സ്വത്ത് നാശനഷ്ടം, മരണം എന്നിവയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. നിലവിൽ LPG കണക്ഷനുള്ള ഈ ഇൻഷുറൻസ് ICICI ലോംബാർഡ് വഴിയാണ് നൽകപ്പെടുന്നത്. LPG സിലിണ്ടറുകൾക്ക് ഒരു എക്സ്പയറി തീയതി ഉണ്ട്. LPG സിലിണ്ടറിന്റെ ഇൻഷുറൻസ് അതിന്റെ വാങ്ങൽ, കാലാവധി തീയതി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ കാലാഹരണ തീയതി കഴിഞ്ഞ ഒരു സിലിണ്ടർ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല. അതിനാൽ സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ കാലഹരണ തീയതി ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുന്നതും ഇൻഷുറൻസ് ലഭിക്കാത്തതിന് കാരണമായിട്ടുള്ള ഒന്നാണ്. സിലിണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ. കൂടാതെ ഇതിൽ നോമിനിയെ വയ്ക്കാനും സാധിക്കുന്നതല്ല. അതിനാൽ തന്നെ സിലിണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തി ഒരു അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ഉന്നയിക്കാൻ കഴിയുന്നതുമല്ല. LPG ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകടത്തിന് പരമാവധി ലഭിക്കുന്നത് 50 ലക്ഷം രൂപ വരെയാണ്. അപകടത്തിൽ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ലഭിക്കും. ഒരാൾക്ക് പരമാവധി 6 ലക്ഷമാകും കിട്ടുക. ഉപഭോക്താക്കളുടെ സ്വത്ത് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പരമാവധി 40 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ പരമാവധി 30 ലക്ഷം വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരാൾക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ മാത്രമേ കിട്ടുകയുള്ളൂ. ഓരോ വ്യക്തിക്കും 25,000 രൂപ വരെ അടിയന്തര സഹായവും ലഭിക്കും. അത്തരം അപകടത്തിൽപ്പെട്ട ഓരോ വ്യക്തിക്കും പരമാവധി 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കിട്ടും. കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്കായി പരമാവധി 15 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. ഗ്യാസ് സിലിണ്ടർ മൂലം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയോ വിതരണക്കാരനെയോ വിവരം അറിയിക്കണം. അതിനുശേഷം ക്ലെയിം നടപടികൾക്ക് FIRന്റെ പകർപ്പ്, അപകടത്തിൽ പരിക്കേറ്റവരുടെയോ മരിച്ചവരുടെയോ വിവരങ്ങൾ എന്നിവ നൽകി അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ പരിക്കേറ്റവരുടെ അവസ്ഥ, ചികിത്സാ ചെലവുകളുടെ വിശദാംശങ്ങൾ എന്നിവയും സമർപ്പിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ ഏജൻസിയും ഇൻഷുറൻസ് കമ്പനിയും വിലയിരുത്തും. ഇൻഷുറൻസ് ലഭിക്കുന്ന തുക ഗ്യാസ് കമ്പനികൾ വിതരണക്കാരന് അയക്കും. വിതരണക്കാരൻ ക്ലെയിം പണം ഉപഭോക്താവിന് കൈമാറ്റം ചെയ്യുകയും ചെയ്യും. ഈ തുക ലഭിക്കുവാൻ 3 മുതൽ 5 മാസം വരെയാണ് സമയമെടുക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ പദ്ധതിയുടെ ഭാഗമാകുക.